സസ്യനാശവും മാമ്പഴത്തിന്റെ വീടും. ഒരു കാട്ടിൽ പക്ഷികളും മൃഗങ്ങളും വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കഴിഞ്ഞിരുന്നു. കാട് വളരെ സുന്ദരമായിരുന്നു. ഈ കാട്ടിൽ ഒരു മാവുണ്ടായിരുന്നു. അതിൽ കുറെ മധുരമുള്ള മാമ്പഴങ്ങളും ഉണ്ടായിരുന്നു. ഈ മാമ്പഴങ്ങൾ എല്ലാ മൃഗങ്ങളും വളരെ ആസ്വദിച്ച് കഴിച്ചിരുന്നു. ഈ കാരണത്താൽ ഈ മാവിനെക്കുറിച്ച് കാട്ടിൽ മുഴുവൻ പ്രസിദ്ധിയായിരുന്നു. പക്ഷെ ഗോൾഡ് പരുന്തിന് ഈ മാവിനോട് അസൂയയായിരുന്നു. പണ്ട് എല്ലാ മൃഗങ്ങളും ഞങ്ങളുടെ കാട്ടിലാ വന്നിരുന്നത്. ഓരോ പഴത്തിനും പകരമായി നമുക്കും തിരിച്ച് എന്തെങ്കിലും സാധനം തരുമായിരുന്നു. പക്ഷെ ഈ മരം എല്ലാവർക്കും ഫ്രീ ആയിട്ടാ മാമ്പഴം നൽകുന്നത്. ഇത് കാരണം ഞാനിപ്പോൾ ദരിദ്രനായി. ഒരു വൈകുന്നേരം വളരെ ശക്തമായ കാറ്റടിക്കാൻ തുടങ്ങി. സോനുപ്രാവ് ആ സമയം മരത്തിന്റെ അടുത്തുകൂടി പോവുകയായിരുന്നു. കൊടുങ്കാറ്റ് വരുന്നത് കണ്ട് അവൾ മരത്തിന്റെ താഴെ ഇരുന്നു. ആ സമയം ഗോൾഡി പരുന്ത് അവിടെ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. ആഹാ, ഇപ്പോഴല്ലേ രസം. അവൻ ഒരു കല്ലുയർത്തി മരത്തിന്റെ കൊമ്പിലേക്കിട്ടു. അപ്പോൾ മരത്തിന്റെ കൊമ്പ് ഒടിഞ്ഞു. പിന്നെ സോനുപ്രാവിന്റെ ദേഹത്ത് വീണു. അങ്ങനെ സോനുപ്രാവ് അപ്പോൾ തന്നെ അവിടെ വെച്ച് മരിച്ചു. കൊടുങ്കാറ്റ് ശമിച്ചപ്പോൾ എല്ലാ പക്ഷികളും മൃഗങ്ങളും അവിടെ കൂട്ടം കൂടി. മാവേ, ഞങ്ങൾ നിന്നെ വല്ലാതെ ബഹുമാനിച്ചിരുന്നു. ഇതിനു പകരമായി നിങ്ങൾ ഞങ്ങൾക്ക് ഈ സമ്മാനമാണോ തരുന്നത്? ഇതെന്റെ തെറ്റുകൊണ്ടല്ല സംഭവിച്ചത്. ശക്തമായ കാറ്റായിരുന്നു. പിന്നെ നിങ്ങൾ നിങ്ങളുടെ കൊമ്പ് ശ്രദ്ധിക്കണമായിരുന്നു. നിങ്ങളുടെ തെറ്റുകൊണ്ട് തന്നെയാ ഞങ്ങളുടെ സോനുപ്രാവ് മരിച്ചത്. ഇനി ഞങ്ങൾ നിന്റെ ഒരു മാമ്പഴവും കഴിക്കില്ല. ആരും ഇനി മുതൽ നിന്നോട് മിണ്ടത്തുമില്ല. സുഹൃത്തുക്കളെ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. എല്ലാവരും അവിടെ നിന്നും പോയി. അതിനുശേഷം പാവം മരം തികച്ചും ഒറ്റപ്പെട്ടു. രാവെന്നോ പകലെന്നോ ഇല്ലാതെ കരഞ്ഞുകൊണ്ടിരുന്നു. ഈ കാട്ടിൽ മീനു പക്ഷിയും താമസിച്ചിരുന്നു. അവളുടെ കൂടെ 3 കുട്ടികളും ഉണ്ടായിരുന്നു. മക്കളെ, നിങ്ങൾ എവിടെയും പോകരുത്. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഭക്ഷണം തിരയാൻ പോവുകയാണ്. ഞാൻ തിരിച്ചു വരാൻ വൈകുന്നേരമാകും. അമ്മേ, എല്ലാ പക്ഷികളും വെറും 1 മണിക്കൂർ കൊണ്ട് പഴങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി പഴം കൊണ്ടുവരാൻ അമ്മ എന്താ ഇത്രയും സമയം എടുക്കുന്നത്? മക്കളെ, നമ്മുടെ കാട്ടിൽ മാങ്ങയൊഴിച്ച് വേറെ ഒരു പഴത്തിന്റെ മരവുമില്ല. പക്ഷെ നമുക്കതിൽ നിന്ന് മാമ്പഴം എടുക്കാൻ പറ്റില്ല. കാട്ടിലുള്ള മറ്റു പക്ഷികളും മൃഗങ്ങളും ഗോൾഡി പരുന്തിന്റെ അടുത്തു നിന്നാണ് പഴങ്ങൾ വാങ്ങിക്കൊണ്ടുവരുന്നത്. പക്ഷെ എന്റെ അടുത്ത് അവന് കൊടുക്കാൻ ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ മറ്റൊരു കാട്ടിൽ പോയി നിങ്ങൾക്ക് എല്ലാവർക്കും പഴം കൊണ്ടുവന്ന് തരാം. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ സമയം എടുക്കുന്നത്. ശരി അമ്മേ, വേഗം വരണേ. മീനു പക്ഷി പോയിട്ട് ഒരുപാട് സമയമായിട്ടുണ്ടായിരുന്നു. കുട്ടികൾ അവളെ കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ അവൾ വരുന്നതിന് മുൻപേ തന്നെ കാലാവസ്ഥ മാറി. ശക്തിയായ മഴ തുടങ്ങി. അയ്യോ, ഇതെന്താണ്? അമ്മ ഇതുവരെ തിരിച്ചു വന്നില്ലല്ലോ. എന്റെ ദൈവമേ, ഞങ്ങളെ അമ്മയെ കാത്തോളണേ. അപ്പോൾ അവിടെ ഗോൾഡി പരുന്ത് വന്നു. മീനുപക്ഷി, എവിടെയാ ഈ മീനുപക്ഷി? അവനെ കണ്ട് കുട്ടികളെല്ലാം പേടിച്ചു വിറച്ചു. അതിനടുത്തുള്ള പക്ഷികളെല്ലാം അവിടെ കൂട്ടം കൂടി. എന്താ ഗോൾഡ് പരുന്തേ, എന്തിനാണ് കുട്ടികളെ ഭയപ്പെടുത്തുന്നത്? അപ്പോൾ മീനുപക്ഷി അവിടെ എത്തിച്ചേർന്നു. അവളുടെ കൊക്കിൽ ഒരു ആപ്പിൾ ഉണ്ടായിരുന്നു. ഇതാ എന്റെ മക്കളെ, ഞാൻ വന്നു. അപ്പോഴാണ് അവൾ മറ്റു പക്ഷികളെ കണ്ടത്. ഗോൾഡി പരുന്തേ, നീ ഇവിടെ എന്താണ് ചെയ്യുന്നത്? പിന്നെ നിങ്ങളെല്ലാവരും ഇങ്ങനെ എന്റെ വീട്ടിൽ എന്തിനാണ് കൂട്ടം കൂടിയിരിക്കുന്നത്? ഇപ്പോൾ ഇവളുടെ കള്ളം കണ്ടുപിടിച്ചില്ലേ? എങ്ങനെയാണ് ഇത്ര നിഷ്കളങ്കമായി നടക്കുന്നത്? ഇവൾ ദിവസവും എന്റെ തോട്ടത്തിൽ നിന്നാ പഴങ്ങൾ കട്ടുകൊണ്ടുവരുന്നത്. പിന്നെ അത് സ്വന്തം മക്കൾക്ക് കൊടുക്കുന്നു. അയ്യോ, ഞാനിതൊന്നും ചെയ്തിട്ടില്ല. ഞാൻ വളരെ കഷ്ടപ്പെട്ട് മറ്റൊരു കാട്ടിൽ നിന്ന് എന്റെ മക്കൾക്ക് വേണ്ടി പഴങ്ങൾ തിരഞ്ഞു കൊണ്ടുവന്നതാണ്. മീനു, ഇത് നല്ല കാര്യമല്ല. നീ ഗോൾഡ് പരുന്തിന്റെ തോട്ടത്തിൽ നിന്ന് പഴങ്ങൾ മോഷ്ടിച്ച് നിന്റെ മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നു. ഇവളുടെ കയ്യിൽ എനിക്ക് തരാനായി ഒന്നുമില്ല. അതുകൊണ്ടാണ് ഇവൾ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇവൾ പറയുന്നു ദൂരെയുള്ള കാട്ടിൽ നിന്നാ പഴങ്ങൾ കൊണ്ടുവരുന്നതെന്ന്. തർക്കം ഒരുപാട് നേരം നീണ്ടുനിന്നു. പക്ഷെ മീനുവിന് താൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല. മീനു, ഇത് നമ്മുടെ കാടിന് ഒരിക്കലും നല്ലതല്ല. നീ ഇപ്പോൾ തന്നെ പരുന്തിന്റെ പഴങ്ങളുടെ വില കൊടുക്കണം, അല്ലെങ്കിൽ അത് മോശമാണ്. ഞാൻ എന്താണ് കൊടുക്കേണ്ടത്? കൊടുക്കാൻ എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ. നിന്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ എന്താ? ഈ വീടില്ലേ? എത്ര ദിവസമായി നീ പഴങ്ങൾ കട്ടുകൊണ്ടുവരുന്നു. അതുകൊണ്ട് ഇത്രയെങ്കിലും തരണം. ഈ വീട് എനിക്ക് തന്നാ മതി.
അങ്ങനെ പറയരുത്. ഈ വീട് ഞാൻ നിനക്ക് തന്നാൽ ഞാനും എന്റെ മക്കളും എവിടെ പോവും? പിന്നെ നല്ല ശക്തിയായ മഴയാണ് ഇപ്പോൾ പെയ്യുന്നത്. മീനു, നിനക്ക് ഈ വീട് വിട്ട് പോകേണ്ടി വരും. ഇല്ലെങ്കിൽ ഈ പരുന്തിനോട് ചെയ്യുന്നത് അന്യായമായിരിക്കും, കടുത്ത അന്യായം. പക്ഷികളെല്ലാം ഒരുമിച്ച് അവളെ വീട്ടിൽ നിന്നും ഒഴിപ്പിച്ചു. പരുന്തിന് വളരെ സന്തോഷമായി. വരൂ മക്കളെ, മഴ കനക്കുന്നുണ്ട്. നമുക്ക് സ്വന്തമായി ഒരു വീട് തേടണം. ശക്തമായ മഴയുണ്ടായിരുന്നു. പാവ മീനു തന്റെ 3 മക്കളുടെ കൂടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് പറക്കുകയായിരുന്നു. നനഞ്ഞ ചിറകുകളുമായി പറക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അവളുടെ മനസ്സിന്റെ വേവലാതി അവർക്ക് പറക്കാനുള്ള ധൈര്യം കൊടുത്തു. പക്ഷേ കുട്ടികൾ എത്ര ദൂരം പറക്കും? അമ്മേ, ഞങ്ങൾക്ക് പറക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ധൈര്യശാലിയായ അമ്മയുടെ മക്കളാണ്. ഇങ്ങനെ തളരാൻ പാടില്ല. പിന്നെ പറക്കാനുള്ള ശ്രമം നടത്തൂ. കുട്ടികൾ വളരെ വേഗം കൂട്ടി. പക്ഷെ കാറ്റ് അവരെ പിറകോട്ട് വലിച്ചുകൊണ്ട് പോയി. മക്കളെ! 3 മക്കളും മാവിന്റെ അടിയിൽ വന്നു വീണു. അവിടെ അവർക്ക് കാറ്റടിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതിനടുത്തൊന്നും വെള്ളവും ഉണ്ടായിരുന്നില്ല. മീനു പക്ഷിയും അവിടെ എത്തി. അല്ല മീനു പക്ഷി, നീ ഇത്രയും മഴയത്ത് കുട്ടികളോടൊപ്പം എവിടേക്കാ പോകുന്നത്? നിങ്ങൾക്ക് വീട്ടിലിരുന്നൂടെ? ആ മാവേ, ഞാൻ വീട്ടിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഗോൾഡി പരുന്ത് എന്റെ മേൽ കുറ്റം ചുമത്തി മറ്റു പക്ഷികൾ എന്നെ എന്റെ വീട്ടിൽ നിന്നും പുറത്താക്കി. ആ ദുഷ്ടന്റെ ജോലി തന്നെ ഇതാണ്. ഒരു പ്രശ്നമില്ല. ഇനി നിനക്ക് സുഖമായി താമസിക്കാം. ഇനി നിങ്ങൾക്ക് ആരെയും കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അയ്യോ, ഞാൻ എവിടെയാണ് താമസിക്കുക? ആദ്യം നീ നിന്റെ വിശപ്പടക്ക്. അതും പറഞ്ഞ് 4 മാങ്ങകൾ താഴെയിട്ടു. ഹായ്, എത്ര വലിയ മാങ്ങകൾ! കുട്ടികൾ സന്തോഷത്തോടെ മാങ്ങ തിന്നാൻ തുടങ്ങി. അവരെ കണ്ട് മീനുവിന് സന്തോഷമായി. പിന്നെ അവളും മാമ്പഴം കഴിക്കുവാൻ തുടങ്ങി. അതിനുശേഷം അവൾ പറഞ്ഞു, നന്ദിയുണ്ട് മാവേ, ഞങ്ങൾ ഇനി പോകുകയാണ്. വേണ്ട, നിങ്ങൾ എവിടേക്കും പോകേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങൾക്ക് മാമ്പഴ വീടുണ്ടാക്കി തരാം. എന്താ പറഞ്ഞത്? മാമ്പഴ വീടോ? അതെങ്ങനെ? ദാ ഇപ്പൊ കണ്ടോ? ഇതും പറഞ്ഞ് അത് മുഴുവൻ മാങ്ങയും താഴെയിട്ടു. പിന്നെ ആ മാമ്പഴത്തിന്റെ വീടുണ്ടാക്കി. ഹായ്, ഇത് എത്ര സുന്ദരമായ വീടാണ്. അമ്മേ, നമ്മൾ അതിൽ കയറിക്കോട്ടെ? എന്തുകൊണ്ടില്ല കുട്ടികളെ, നിങ്ങളും മീനുവും ഇതിൽ സുഖമായി താമസിച്ചോളൂ. ഇത് കേട്ട് കുട്ടികൾക്ക് സന്തോഷമായി. പിന്നെ മീനുവിന്റെ കൂടെ അവർ വീട്ടിനുള്ളിലേക്ക് പോയി. വീട്ടിലിരിക്കാൻ മാങ്ങയുടെ കസേരകൾ ഉണ്ടാക്കിയിരുന്നു. പിന്നെ അതിനുള്ളിൽ നിന്ന് ഒരു ജനലിലൂടെ പുറത്തുള്ള കാഴ്ചയും കാണാമായിരുന്നു. മരവും കാണാമായിരുന്നു. നിങ്ങൾ വളരെ നല്ലവനാണ്. നിങ്ങൾക്ക് വളരെ വളരെ നന്ദിയുണ്ട്. മാവ് വളരെ സന്തോഷത്തോടെ ചിരിച്ചു. അപ്പുറത്തെ കാട്ടിലെ കുറച്ചു പക്ഷികൾ വളരെ പരിഭ്രമത്തിലായിരുന്നു. കാട്ടിൽ വെള്ളപ്പൊക്കം വന്നു. എല്ലാവരുടെയും വീടുകൾ തകർന്നിരുന്നു. പിന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരുന്നു. അത് നോക്കൂ, മാവിന്റെ അടുത്തൊന്നും ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. വരൂ, നമുക്ക് എല്ലാവർക്കും അവിടേക്ക് പോകാം. എല്ലാ പക്ഷികളും മാവിന്റെ മുകളിൽ കൂട്ടം കൂടിയിരുന്നു. നിങ്ങളെ എല്ലാവരെയും എത്ര ദിവസമായി കണ്ടിട്ട്. നിങ്ങളെ കണ്ടപ്പോൾ തന്നെ സന്തോഷമായി. നമ്മൾ നിങ്ങളുടെ അടുത്ത് ഒരിക്കലും വരില്ലായിരുന്നു. പക്ഷെ മഴയിൽ നമ്മുടെ വീട് നശിച്ചു. അറിയില്ല എത്ര വിചിത്രമായ കാര്യമാണെന്ന്. നിന്റെ അടുത്തൊന്നും മഴയുടെ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. അപ്പോഴാണ് അവരുടെ എല്ലാവരുടെയും കണ്ണുകൾ മാമ്പഴ വീട്ടിൽ പതിഞ്ഞത്. അതിന്റെ ജനാലയ്ക്കരികിൽ മീനുവും ഉണ്ടായിരുന്നു. ഓ, ഈ മീനു പക്ഷിക്ക് ഈ വീട് ഇതെവിടെന്നാ കിട്ടിയത്? ഇതൊരു മാമ്പഴ വീടാണല്ലോ. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങൾക്കും ഇതുപോലുള്ളൊരു വീടുണ്ടാക്കി തരാം. പക്ഷെ അതിനു മുൻപ് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. സോനുപ്രാവിനെ കൊന്നത് ഞാനല്ല. ഗോൾഡി പരുന്ത് എന്റെ ഒരു കൊമ്പൊടിച്ചു. അത് സോനുപ്രാവിന്റെ ദേഹത്ത് വീണു. അതിനുശേഷം അവൻ ഓടിപ്പോയി. പിന്നെ നിങ്ങൾ എല്ലാവരും ഞാൻ പറയുന്നത് കേൾക്കാതെ എന്നെ അപരാധിയുമാക്കി. ഇത് കേട്ട് എല്ലാ പക്ഷികളും പരിഭ്രാന്തരായി. അവൻ ഇത്ര ദുഷ്ടനാണോ? നമ്മൾ ഇങ്ങനെ വിചാരിച്ചിരുന്നേയില്ല. നിങ്ങൾ എല്ലാവരും നനഞ്ഞിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്. ഞാൻ നിങ്ങൾക്ക് സുഖമായി താമസിക്കാൻ ഒരു വീടുണ്ടാക്കി തരാം. എന്താ അതുപോലെ? ഇതും പറഞ്ഞ് മാവ് ഒരുപാട് പഴങ്ങൾ താഴേക്കിട്ടു. പിന്നെ ആ പഴങ്ങൾ കൊണ്ട് 4 മാമ്പഴ വീടുകൾ പണിതു. ഹായ്, ഈ വീട് എത്ര സുന്ദരമാണ്. ഇതെങ്ങനെ സംഭവിച്ചു? ഈ വീട് സ്വയം എങ്ങനെയുണ്ടായി? നിങ്ങൾ എല്ലാവരും എന്റെ അടുത്തേക്ക് വരുന്നതും എന്റെ പഴങ്ങൾ കഴിക്കുന്നതും നിർത്തിയില്ലേ? അപ്പോൾ ഞാൻ രാവും പകലും കരയുമായിരുന്നു. അപ്പോൾ ഒരു മാലാഖ എന്റെ അടുത്ത് വന്നു.
പിന്നെ അവൾ എന്റെ മാങ്ങ തിന്ന് എന്നെ അനുഗ്രഹിച്ചു. കാലാവസ്ഥ എങ്ങനെ മാറിയാലും അതെനിക്ക് ഒരു പ്രശ്നവും ഉണ്ടാക്കില്ലെന്ന്. പിന്നെ എനിക്ക് എപ്പോ വിചാരിച്ചാലും എന്റെ മാമ്പഴത്തിന്റെ സഹായത്തോടെ കാട്ടിൽ വസിക്കുന്ന ഓരോരുത്തർക്കും സഹായം നൽകാൻ കഴിയുമെന്ന്. ഞങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ തന്ത്രങ്ങളും മനസ്സിലായി. ഇനി നീ ഞങ്ങളുടെ കാട്ടിൽ നിന്നും എത്രയും വേഗം പൊയ്ക്കൊള്ളണം. ഇത് കേട്ട് മരത്തിന് സന്തോഷമായി. എല്ലാ പക്ഷികളും തങ്ങളുടെ വീടുകളിലേക്ക് പോയി. ഹായ്! എല്ലാവർക്കും വീട് വളരെ ഇഷ്ടപ്പെട്ടു. അവരെല്ലാവരും ജനലിലൂടെ മഴക്കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ പരുന്ത് ആ വഴിയിലേക്ക് വന്നു. ഇതെന്താണ്? നിങ്ങൾ എല്ലാവരും ഈ മാവിന്റെ അടുത്താണോ ഇരിക്കുന്നത്? നിങ്ങൾക്കറിയില്ലേ ഇവനൊരു കൊലപാതകയാണെന്ന്? ഞങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ തന്ത്രങ്ങളും മനസ്സിലായി. ഇനി നീ ഞങ്ങളുടെ കാട്ടിൽ നിന്നും എത്രയും വേഗം പൊയ്ക്കൊള്ളണം. ഇത് കേട്ട് പരുന്തിന് നല്ല ദേഷ്യം വന്നു. ആ സമയം അതിന് മിന്നലേറ്റു. ഇതുമൂലം അവൻ ടപ്പേന്ന് നിലത്തേക്ക് വീണു. അപ്പോൾ മരം എല്ലാ പക്ഷികളെയും നോക്കി ഉച്ചത്തിൽ ചിരിക്കുവാൻ തുടങ്ങി.